ക്രിസ്തുമസ് ഒരു ആഘോഷം മാത്രമായി ഒതുങ്ങുമ്പോൾ ക്രൈസ്തവരെന്ന നിലയിൽ നാം എങ്ങനെ ക്രിസ്തുമസ് ആചരിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ക്രിസ്തു ജനനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ അവിടുത്തെ ഭൂമിയിലെ ലക്ഷ്യപൂർത്തീകരണവും നാം മനസ്സിലാക്കണം. മാനവരാശിയുടെ രക്ഷയ്ക്കായി തന്നെ ബലിയർപ്പിച്ച യേശുനാഥൻ്റെ പാത പിന്തുടർന്ന് ആരോരുമറിയാതെ മരിച്ചു മണ്ണടിയുന്ന മനുഷ്യ മനസ്സുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. സെയിന്റ് അൽഫോൺസ ചർച്ച് proudly presents Hey man, what are you doing for Christmas? Bro, what my parents do every year. 2 words. Boring party. Man, mom gossips with all the aunties, but dad, he gets wasted off booze. It's so messed up. Anyhow, this Christmas is going to be sweet. I'm getting a new iPad. I know, I'm going to score 2. Can you say Xbox? Man, you guys are so spoiled. My family is so ghetto. We ain't getting nothing. Hey Ann, did you do something in your hair? Oh yeah, you noticed. Looks good. But not as good as Grace's hair. That's true. Her hair is gorgeous, pretty, and long. Are you guys ready for Christmas caroling? Almost, father. Good. Where's Grace? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. Hey guys. What happened to your hair? Oh, I donated it to a cancer kid. This was my Christmas gift for that kid. Are you crazy? Why would you do that? Hey Grace, what made you do this? Do you all really want to know the reason? Yes, we do. Yeah. Then you should hear my own story. ഒരു കൊച്ചു സ്വർഗമായിരുന്നു ഞങ്ങളുടെ വീട്. എൻ്റെ അപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി. അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. സന്തോഷത്തിൻ്റെതായിരുന്നു ആ ദിവസങ്ങൾ. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ ഇടയിലേക്ക് വലിയൊരു വിപത്ത് കടന്നു വന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എങ്ങനെയുണ്ട്? നന്നായി പോകുന്നു. എനിക്ക് ചിലത് നിങ്ങളോട് സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ റുട്ടീൻ ടെസ്റ്റിൽ ചില വ്യതിയാനങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾക്ക് ഓർഡർ ചെയ്തത്. പക്ഷേ എന്ത് പറ്റി ഡോക്ടർ? എന്തെങ്കിലും പ്രശ്നം? ചില കുഴപ്പങ്ങളുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും? ഇല്ല, സോഫാർ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പറയൂ ഡോക്ടർ, എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വിവേകത്തോടെ കേൾക്കണം. സൂസിയുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ സെല്ലുകളെ കാണുന്നുണ്ട്. ഇനീഷ്യൽ സ്റ്റേജാണ്. നത്തിങ് ടു വറി റൈറ്റ് നൗ. ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കതിനെ പ്രതിരോധിക്കാം. ബട്ട് ആസ് ഏർലി ആസ് പോസിബിൾ കീമോയും ട്രീറ്റ്മെൻറ്റും തുടങ്ങണം. അപ്പോ എൻ്റെ കുഞ്ഞ്? You have to sacrifice the baby. ഇതാണ് ഒരേ ഒരു വഴി. നിങ്ങൾ യങ്ങാണ്, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആലോചിച്ചൊരു തീരുമാനമെടുക്കുക. ഒരു നിമിഷം. ട്രീറ്റ്മെൻറ്റ് വൈകിയാൽ അത് നിങ്ങളുടെ ജീവനെ തന്നെയായിരിക്കും ബാധിക്കുക. ഇപ്പോൾ നിങ്ങൾ
നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര വലിയ ദുഃഖത്തിലാണ് എൻ്റെ അപ്പയും അമ്മയും എന്ന്. എൻ്റെ ദൈവമേ, എന്നോട് ഇതെന്തിനു ചെയ്തു? ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചു, അങ്ങയുടെ വചനങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ ഞാൻ അങ്ങക്കെതിരായി തിന്മ നിരൂപിച്ചിട്ടില്ല. ജീവിക്കുന്ന ദൈവമാണ് അങ്ങ് എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ അങ്ങേ ആരാധിച്ചത്. എന്നിട്ട് എന്തേ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസം മാത്രമാക്കി? കൊല്ലുവാനായിരുന്നുവെങ്കിൽ എനിക്ക് എന്തിനാണ് ഈ കുഞ്ഞിനെ നൽകിയത്? എനിക്കറിയണം ഞാൻ എന്ത് തെറ്റാണ് ദൈവമേ ചെയ്തത്. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. സൂസി, മകളെ സൂസി, മകളെ എഴുന്നേൽക്കും. കർത്താവേ, എന്നോട് പൊറുക്കണമേ. നിന്റെ പ്രാർത്ഥനകളും പരാതികളും ഞാൻ കേട്ടിരിക്കുന്നു. കർത്താവേ, എനിക്ക് ഉത്തരവരുളണമേ. നിന്റെ പ്രവൃത്തികൾ ജീവന്റെ പുസ്തകത്തിൽ നിനക്ക് ഇടം നൽകിയിരിക്കുന്നു. ഈ സഹനങ്ങൾ നിന്റെ ശുദ്ധീകരണത്തിനുള്ളതാണ്. ദൈവസന്നിധിയിൽ ഇടം നേടാൻ നിനക്ക് ലഭിച്ചിരിക്കുന്ന അവസരം. എന്റെ ജനമേ, നിങ്ങൾ ബധിതരും മൂകരുമാണോ? അതോ ജന്മസിദ്ധമായ ജഡിക പാപത്തിൽ വ്യാപരിക്കാനാണോ നിങ്ങളുടെ വിധി? സ്വർഗം നിങ്ങൾക്ക് അപ്രാപ്യമല്ലെന്ന് കാണിക്കാൻ ഞാൻ മനുഷ്യസുതനായി പിറന്ന് സ്വർഗത്തിലേക്ക് കരകയറി എന്റെ ജീവിതകാലത്ത് നിരവധി ഉപമകളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഞാൻ നിങ്ങളെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. മകളെ, നീ ഓർക്കുന്നില്ലേ എന്റെ പീഡാനുഭവ മരണം? എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് ക്രൂരമായി പീഡകളേറ്റുവാങ്ങി സ്വന്തം അമ്മയുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ മരിക്കേണ്ടി വന്നത്. മകളെ, നോക്ക്, കാണ്, തിരിച്ചറിയ എന്താണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന്. Down the Via Dolorosa in Jerusalem that day, the soldiers tried to clear the narrow street, but the crowd pressed in to see the man condemned to die on Calvary. He was bleeding from a beating, there were stripes upon his back, and he wore a crown of thorns upon his head, and he bore with every step the scorn of those who cried out for his death. Down the Via Dolorosa, all the way suffering, like a lamb came the Messiah, Christ the King. But he chose to walk that road
los soldados le abrían paso a Jesús, mas la gente se acercaba para ver al que llevaba aquella cruz. Por la vía dolorosa, que es la vía del dolor, como oveja vino Cristo, Rey y Señor, y fue Él quien quiso ir por su amor, por ti, por la vía dolorosa al Calvario y a morir. The blood that would cleanse the souls of all men made its way to the heart of Jerusalem. God! I don't know what I'm doing. Please, forgive us. Out of His love for you and me, down the Via Dolorosa, all the way to Calvary. കർത്താവുമായുള്ള ഈ കൂടിക്കാഴ്ച എൻ്റെ അമ്മയെ ശക്തമായ ഒരു തീരുമാനത്തിലെത്തിച്ചു. എന്നാൽ എൻ്റെ കുടുംബത്തിൽ അത് ഒത്തിരിയേറെ വിഷമം ഉളവാക്കി. ഇല്ല, ഞാനതിനെ സമ്മതിക്കില്ല. എനിക്കൊരു കുഞ്ഞിനെ അല്ല ഇപ്പൊ വേണ്ടത്. നിന്റെ ജീവനാണ് എനിക്ക് പ്രധാനം. ഇച്ചായ, എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെയും മക്കളുടെയും സ്നേഹം അനുഭവിച്ച് എനിക്ക് മതിയായിട്ടില്ല. ഒരായുസിലെ സന്തോഷവും സുഖങ്ങളും ഞാൻ അനുഭവിച്ചു. ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല. എല്ലാം കൊണ്ടും ഞാൻ തൃപ്തയാണ്. എന്നാൽ നമ്മുടെ മോള്, അവൾ നമ്മളോട് യാചിക്കുകയാണ്. അവളുടെ ജീവന് വേണ്ടി. കാണാൻ കഴിയുന്നില്ലെങ്കിലും അവളും ഇവരെ പോലെയല്ലേ, ഒരു ജീവനായി എന്റെ ഉദരത്തിൽ. മോളെ സൂസി, എൻ്റെ അമ്മയുടെ അന്നത്തെ ശക്തമായ ആ തീരുമാനം മാസങ്ങൾക്ക് ശേഷം എനിക്ക് ജന്മം നൽകി. എന്നാൽ ട്രീറ്റ്മെൻറ്റ് വൈകിയതിനാൽ ശരീരം മുഴുവൻ പടർന്നു പിടിച്ച ക്യാൻസർ കണങ്ങളുമായി 5 വർഷത്തോളം വേദനയോട് മല്ലിട്ട് അതിലുപരി ഞങ്ങളെ സ്നേഹിച്ച് അവസാനം എൻ്റെ അമ്മ മരണത്തിന് കീഴടങ്ങി. മോളെ, നീ ചെയ്തതാണ് ശരി. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷമാകപ്പെടേണ്ടത്. ഇവൾ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. നമ്മുടെ വരും ക്രിസ്മസുകൾ നമുക്ക് ഇത്തരത്തിലുള്ള വേറിട്ട അനുഭവങ്ങളാവട്ടെ. ഒരു മാറ്റത്തിലേക്ക് നമുക്കൊത്തുചേരാം. നിങ്ങൾക്കറിയണ്ടേ ഇപ്പോൾ എൻ്റെ അമ്മ എവിടെയാണെന്ന്?
അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ല, വെല്ലും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ. ഭയപ്പെടില്ല, വെല്ലും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ. ഇടറുകില്ല, ഞാൻ തളരുകില്ല, സർവശക്തനായവനെന്റെ ഇടയൻ. ഇടറുകില്ല, ഞാൻ തളരുകില്ല, സർവശക്തനായവനെന്റെ ഇടയൻ. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമൊരുക്കി, മന്ന പൊഴിച്ചന്നു ദൈവം അനുഗ്രഹിച്ചു. ഇസ്രായേലിൻ അടിമത്ത ചങ്ങലകൾ പൊട്ടിച്ചെന്നു, ആഴി തന്നിലൂടെ ദൈവം വഴി തെളിച്ചു. കാരുണ്യത്തിൻ കൈപിടിച്ചു സ്വന്തം ജനത്തെ, മരുഭൂമിയിലൂടെ എന്നും അവൻ നയിച്ചു. കാരുണ്യത്തിൻ കൈപിടിച്ചു സ്വന്തം ജനത്തെ, മരുഭൂമിയിലൂടെ എന്നും അവൻ നയിച്ചു. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. ഭയപ്പെടി